അതായത് ഈശോ പുതിയ നിയമത്തിൽ എന്ത് പറഞ്ഞു അത് മനസ്സിരുത്തി വായിക്കണം. മനസ്സിരുത്തി വായിച്ചിട്ട് യേശു പറഞ്ഞതും യേശുവിൻ്റെ അപ്പസ്തോലന്മാർ പറഞ്ഞതും വിശ്വസിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. പഴയ നിയമത്തെ നമ്മൾ നിസ്സാരമാക്കണം എന്നല്ല, മറിച്ച് യേശുവിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കാവൂ. യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പഴയ നിയമം വിശ്വസിക്കരുത്. അതായത് പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്, നിന്റെ പാപം നിന്നെ വേട്ടയാടും. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. യേശുവിനെ മാറ്റി നിർത്തി ഈ വാക്യം വിശ്വസിച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മുടെ ജീവിതത്തിൽ പാപം, നമ്മൾ ചെയ്ത ഒരു പാപം നമ്മളിനി എന്തെല്ലാം അനുഭവിച്ചാലും നമ്മളെ വേട്ടയാടും. എന്നാൽ യേശുവിനെ നോക്കിയാൽ യേശു പറയും, നിനക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും.